Dear friends, welcome to Electron College. So, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ 3 വേരിയബിൾ കെ മാപ്പ്. പ്രീവിയസ് സെഷനിൽ കെ മാപ്പിനെ കുറിച്ചും കെ മാപ്പിൻ്റെ റൂൾസിനെ കുറിച്ചും കെ മാപ്പ് 2 വേരിയബിൾ കെ മാപ്പിനെ കുറിച്ചുമായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. സോ നമുക്കത് ഈ സെഷനിൽ 3 വേരിയബിൾ കെ മാപ്പിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ 3 വേരിയബിൾ കെ മാപ്പ് എന്ന് പറയുമ്പോൾ 3 വേരിയബിൾ എക്സ്പ്രഷൻ ഫോർ എക്സാമ്പിൾ എഫ് ഈക്വൽ ടു എ ബി സി പ്ലസ് എ ബി C complement plus CAB complement etc. So these are 3 variable expressions. So 3 variable expressions എന്ന് പറയുമ്പോൾ നമുക്ക് 8 possible combinations ആണ് വരിക. അപ്പോൾ K map should have 8 number of cells, അതായത് 2 power 3 equal to 8. അപ്പോൾ ഒരു 3 വേരിയബിൾ K map ആണെങ്കിൽ so it should have 8 number of cells. അപ്പോൾ 3 വേരിയബിൾ ആണല്ലോ, സോ എ ബി സി 3 വേരിയബിൾസ് ആൻഡ് വേരിയബിൾ എ ക്യാൻ ടേക്ക് ദ വാല്യൂസ് 0 ആൻഡ് 1. അപ്പോൾ ബി സി 2 വേരിയബിളാണ്, അപ്പോൾ 4 കോമ്പിനേഷൻസ് ഉണ്ടാവും. സോ 0 0 0 1 ആൻഡ് 1 0 1 1. സോ ഈ കോമ്പിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക 0 0 0 1 1 1 ആൻഡ് 1 0. ഇനി ഈ പൊസിഷൻസ് നോക്കാം. മിൻ ടേംസ് ആർ മാക്സ് ടേംസ്. ഇപ്പോൾ 0 0 0 എന്ന് പറയുമ്പോൾ 0 0 0 1 ഈസ് 1 ആൻഡ് ദിസ് ഈസ് 2 ആൻഡ് ദിസ് ഈസ് 3 4 പൊസിഷൻ 5 മിൻ ടേം പൊസിഷൻ 6 7. സോ ദിസ് ഈസ് എ 3 വേരിയബിൾ കെ മാപ്പ്, 8 സെൽസ് ആൻഡ് ഈ പൊസിഷൻസ് ഓർത്ത് വെക്കുക. 0 1 2 ഇവിടെയാണ്, 3 4 5 and 6 is here, 7 here. This is basically a 3 variable K map. Now 3 variable K map with min terms. Min terms ന്റെ വാല്യൂസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ പൊസിഷൻ അറിയാമല്ലോ, ദിസ് ഈസ് ആക്ച്വലി 0 0 0. അപ്പോൾ 0 0 0 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്, കാരണം മിൻ ടേംസ് ആണല്ലോ, അപ്പോൾ പ്രോഡക്റ്റ് ടേംസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 0 0 1 അല്ലേ, 0 0 1 അതായത് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി. സോ മിൻ ടേംസ് ആണ്, പോസിബിൾ മിൻ ടേംസ്. ഈ 8 സെൽസിലും നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്ന പോസിബിൾ മിൻ ടേംസ് ആണ് ഈ മാപ്പിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് സിമിലർലി നമുക്ക് മാക്സ് ടേംസ് യൂസ് ചെയ്യാം. സോ ഈ മാക്സ് ടേംസ് ആണ് കാണിച്ചിരിക്കുന്നത്. മാക്സ് ടേംസ് എന്ന് പറയുമ്പോൾ സം ടേം ആണ്. മാത്രമല്ല മാക്സ് ടേമിൽ 0 ടേക്സ് ദി അൺകോംപ്ലിമെൻറ്റഡ് ഫോം ആൻഡ് 1 ടേക്സ് ദ കോംപ്ലിമെൻറ്റഡ് ഫോം. ഇപ്പോൾ ഈ സെല്ല് നോക്കുക, 0 0 0 അല്ലേ, 0 0 0 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി, എ പ്ലസ് ബി പ്ലസ് സി. ആൻഡ് സിമിലർലി 0 1 1 അതായത് 0 1 1 എന്ന് പറയുമ്പോൾ എ ഈസ് 0, 1 ഈസ് ബി കോംപ്ലിമെൻറ്റ് ആൻഡ് 1 ഈസ് സി കോംപ്ലിമെൻറ്റ്. കാരണം മാക്സ് ടേം ആയതുകൊണ്ട് ദ കോംപ്ലിമെൻറ്റഡ് ഫോം നമ്മൾ 1 യൂസ് ചെയ്തിട്ടായിരിക്കും റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സ് ടേംസ്, പോസിബിൾ മാക്സ് ടേം കോമ്പിനേഷൻസ് ആണ് ഈ കെ മാപ്പിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നൗ പോസിബിൾ 3 വേരിയബിൾ കെ മാപ്സ്, 3 വേരിയബിൾ കെ മാപ്സിൻ്റെ പോസിബിൾ ഗ്രൂപ്പിംഗ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പോസിബിലിറ്റിയാണ്. എപ്പോഴും ഓർക്കുക, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ 2 സെൽസ് ഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 4 സെൽസ് ഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 16 എക്സെട്ര. ആ 2 പവർ n ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. 3 ആയിട്ടോ 5 ആയിട്ടോ ഒന്നും നമ്മൾ ഗ്രൂപ്പ് ചെയ്യാറില്ല. അപ്പോൾ ഒരു 3 വേരിയബിൾ കെ മാപ്പിൽ നമുക്ക് ചെയ്യാവുന്ന പോസിബിൾ ഗ്രൂപ്പിംഗ്സ് ആണ് ഈ ഒരു ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് കണ്ടോ, 2 സെൽസ് ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും 2 സെൽസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അഡ്ജസൻറ്റ് സെൽസ് ആണല്ലോ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ 4 സെൽസ് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ് സ്ക്വയർ ആയിട്ട്. ഇവിടെ 4 സെൽസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു. ഇവിടെ വീണ്ടും 2 സെൽസ് ഇങ്ങനെയും ഗ്രൂപ്പ് ചെയ്യാം, ഇതറിയാവുന്ന കാര്യമല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ റൈറ്റ് മോസ്റ്റ് ഈ റൈറ്റ് കോർണറിലെ സെല്ലും ഈ ലെഫ്റ്റ് കോർണറിലെ സെല്ലും തമ്മിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇതിന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു റാപ്പ് അറൗണ്ട്, അതായത് ആ 2 സെൽസ് നമുക്ക് റാപ്പ് അറൗണ്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെയാണ് ഇതും, ഈ കോർണർ, ഈ റൈറ്റ് കോർണറിലെയും ഈ ലെഫ്റ്റ് കോർണറിലെയും 2 സെൽസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് പോസിബിൾ. ആൻഡ് സിമിലർലി ദിസ് ഈസ് അനദർ പോസിബിലിറ്റി അല്ലേ. ഈ റൈറ്റ് മോസ്റ്റ് കോളം
ഈ ലെഫ്റ്റ് മോസ്റ്റ് കോളവുമായിട്ട് നമ്മൾക്ക് ഗ്രൂപ്പ് ചെയ്യാം. ബിക്കോസ് ദേ ആർ അഡ്ജസൻറ്റ്, അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ആൻഡ് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം എക്സ്പ്രഷൻ ഡിഡക്റ്റ് ചെയ്യണം. ഏതൊക്കെ സെൽസാണോ ഗ്രൂപ്പ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ എഴുതുന്നത്. ആ സെൽസ് ഗ്രൂപ്പ് ആവുന്ന സെൽസിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന വേരിയബിൾസ് ഏതാണോ ആ വേരിയബിൾസ് ആയിരിക്കും നമ്മൾ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസ് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ 4 സെൽസാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്, ഈ 4 സെൽസ് അല്ലേ. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് വേരിയബിൾ എ ആണ്. ഇവിടെ വാല്യൂ 0 ആൻഡ് ഇവിടെ വാല്യൂ 1. ഈ 2 സെൽസിനും വാല്യൂ 0 ആണ്, ഈ 2 സെൽസിനും വാല്യൂ 1 ആണ്. അതായത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് വേരിഡ് അല്ലേ, വേരിയബിൾ ആണ്. 0 to 1 വേരി ആവുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ എ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പ്രഷനിൽ നമ്മൾ യൂസ് ചെയ്യില്ല. ആൻഡ് ബി സി നോക്കുക, ബിയുടെയും സിയുടെയും വാല്യൂ നോക്കുക. ഈ 2 സെൽസ് നോക്കുമ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ 0, ഇവിടെയും 0. ഇറ്റ് ഈസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ പർട്ടിക്കുലർ വേരിയബിൾ നമുക്ക് എക്സ്പ്രഷനിൽ യൂസ് ചെയ്യാം. 0 എന്ന് പറയുമ്പോൾ ബി കോംപ്ലിമെൻറ്റ്, സോ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ. സിയുടെ വാല്യൂ നോക്കുക, സിയുടെ വാല്യൂ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. അത് വേരി ആവുന്നുണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പ്രഷനിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്. ഈ ഒരു കേസ് നോക്കിക്കേ. ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിംഗ് 2 സെൽസാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഈ 2 സെൽസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എ വാല്യൂ 0 ആണ് അല്ലേ. ഈ 2 സെല്ലിനും വാല്യൂ 0 തന്നെയാണ്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്, വേരി ആവുന്നില്ല. സോ നമ്മൾ ആ എ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ. എ കോംപ്ലിമെൻ്റ് എന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. 0 ആയതുകൊണ്ട് എ കോംപ്ലിമെൻ്റ് എന്ന് യൂസ് ചെയ്യുന്നു. ആൻഡ് ഈ 2 സെൽസ് നോക്കുക അല്ലേ. ഈ 2 സെൽസ് ആണല്ലോ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബി സിയുടെ വാല്യൂ നോക്കുക. ബിയുടെ വാല്യൂ നോക്കുമ്പോൾ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് അല്ല, സോ ബി നമുക്ക് ആവശ്യമില്ല. നൗ സിയുടെ വാല്യൂ നോക്കുക. സി ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്, സോ സി ഈസ് യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ എ കോംപ്ലിമെൻറ്റ് സി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് വേരിയബിൾസ്, ആ ഗ്രൂപ്പ് ആകുന്ന സെൽസിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾ വാല്യൂസ് നോക്കുക. ആ വേരിയബിൾ വാല്യൂസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, എല്ലാ സെല്ലിലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വേരിയബിൾസിനെ നമ്മുടെ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അതാണ് ഗ്രൂപ്പിംഗ്സ്. ഇതിപ്പോൾ മിൻ ടേംസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ടേംസിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ പ്രോഡക്റ്റ് ടേംസ് യൂസ് ചെയ്യാൻ കാരണം ഇതൊക്കെ മിൻ ടേംസ് ആയതുകൊണ്ടാണ്. മാക്സ് ടേംസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല, സം ടേംസ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. മാത്രമല്ല 0 ആണെങ്കിൽ അൺകോംപ്ലിമെൻറ്റഡ് ഫോമും 1-ന് കോംപ്ലിമെൻറ്റഡ് ഫോമും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ 3 വേരിയബിൾ കെ മാപ്പ്. മാപ്പിംഗ് ദ എക്സ്പ്രഷൻ, ഗിവൺ എക്സ്പ്രഷൻ യു ഹാവ് ടു മാപ്പ് ഇൻ ടു കെ മാപ്പ്. അപ്പോൾ ഇതൊരു 3 വേരിയബിൾ എക്സ്പ്രഷനാണ്. 3 വേരിയബിൾ എക്സ്പ്രഷൻ ആകുമ്പോൾ നമുക്ക് 8 സെൽസിൻ്റെ കെ മാപ്പ് ആണല്ലോ വേണ്ടത്. അപ്പോൾ കെ മാപ്പ് വരയ്ക്കുക. സോ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി അല്ലേ, 3 വേരിയബിൾ. ഐ എം സോറി, ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. സോ നമുക്ക് വേണ്ടത് 8 സെൽസാണ് അല്ലേ. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, സി. അപ്പോൾ എയുടെ വാല്യൂ 0-ഉം 1-ഉം ആണ്. ബി സിയുടെ വാല്യൂ 0 0 0 1 1 0 1 1. ആൻഡ് പൊസിഷൻസ് നമുക്ക് മിൻ ടേംസ്, ഇത് മിൻ ടേംസ് ആണല്ലോ, പ്രോഡക്റ്റ് ടേംസ് മിൻ ടേംസ് ആണ്. അപ്പോൾ പൊസിഷൻസ് ഒന്ന് എഴുതിയേക്കാം. 0 1 2 3 4 5 6 7. ഓക്കെ, ദിസ് ഈസ് ഫോർ 3 വേരിയബിൾ കെ മാപ്പ്. ഇനി ഈ ഗിവൺ എക്സ്പ്രഷൻ്റെ കറസ്പോണ്ടിങ് മിൻ ടേംസ് നമുക്ക് നോക്കാം എന്താണെന്ന്. ഇപ്പോൾ മിൻ ടേംസ് ഈസ് ഈക്വൽ ടു ഇത് ശ്രദ്ധിക്കുക. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 0 0 1. എ ബി കോംപ്ലിമെൻറ്റ് സി എന്ന് പറയുമ്പോൾ 1 0 1. എ കോംപ്ലിമെൻറ്റ് ബി സി കോംപ്ലിമെൻറ്റ്, സോ 0 1 0. അതുപോലെ എ ബി സി കോംപ്ലിമെൻറ്റ്, സോ 1 1 0. എ ബി സി ഈസ് 1 1 1. സോ അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് M1, ദിസ് ഈസ് M5 അല്ലേ. 1 0 1 ഈസ് 5 അല്ലേ. ആൻഡ് M2 M6 M7. സോ ഈ 7 അറിയാമല്ലോ എന്തുവാന്ന്. നമ്മൾ ഈ ബൈനറി റിപ്രസെൻറ്റേഷൻ്റെ ഡെസിമൽ വാല്യൂ ആണ് ഈ സഫിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിതൊക്കെ ആൾറെഡി പ്രീവിയസ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തതാണ് മിൻ ടേംസിനെ കുറിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിവൺ എക്സ്പ്രഷൻ്റെ മിൻ ടേംസ്. സോ ഈ മിൻ ടേംസ് ജസ്റ്റ് ഇങ്ങോട്ട് മാപ്പ് ചെയ്യുക. അപ്പോൾ M1 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് പൊസിഷൻ 1, സോ ദിസ് ഈസ് യുവർ 1.
M5 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് യുവർ 5th മിൻ ടേം അല്ലേ. സോ ഇവിടെ ആൻഡ് M2 അല്ലേ, M2 ദിസ് ഈസ് M2, M6 ആൻഡ് M7. സോ ഇത്രയേ ഉള്ളൂ. സോ ഗിവൺ എക്സ്പ്രഷനെ നമ്മൾ ഈ രീതിയിലായിരിക്കും കെ മാപ്പിലോട്ട് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഗിവൺ എക്സ്പ്രഷൻ്റെ കറസ്പോണ്ടിങ് മിൻ ടേംസ് എഴുതുക, എന്നിട്ട് ആ പൊസിഷൻസ് കറസ്പോണ്ടിങ് പൊസിഷൻസ് ഏതാണോ അങ്ങോട്ട് മാപ്പ് ചെയ്യുക. ഇതൊരു വേറൊരു എക്സ്പ്രഷനാണ്, മാപ്പിംഗ് ദ എക്സ്പ്രഷൻ പ്രോഡക്റ്റ് ഓഫ് സം എക്സ്പ്രഷൻ അല്ലേ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോഡക്റ്റ് ഓഫ് സം എക്സ്പ്രഷൻ ഇൻ ടു കെ മാപ്പ്. അപ്പോൾ ഇവിടെയും ഗിവൺ എക്സ്പ്രഷൻ 3 വേരിയബിളാണ്. അപ്പോൾ നമുക്ക് 8 സെൽസിൻ്റെ കെ മാപ്പ് വേണം. ആൻഡ് ഇവിടെ പ്രോഡക്റ്റ് ഓഫ് സം ആണ് എക്സ്പ്രഷൻ. അപ്പോൾ മാക്സ് ടേംസ് ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. സോ നമുക്ക് മാക്സ് ടേംസ് എടുക്കാം. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് മാക്സ് ടേംസ് എന്ന് പറയുമ്പോൾ a പ്ലസ് ബി പ്ലസ് സി, അതായത് 0 0 0 0 അല്ലേ. എ ബി സി ഈസ് 0 0 0. ഇവിടെ എ കോംപ്ലിമെൻറ്റ് ബി സി കോംപ്ലിമെൻറ്റ്, അപ്പോൾ 1 0 1. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് 1 1 1. അറിയാമല്ലോ മാക്സ് ടേംസ് ആകുമ്പോൾ കോംപ്ലിമെൻറ്റഡ് ഫോമാണ് 1, അൺകോംപ്ലിമെൻറ്റഡ് ഫോം 0. ആൻഡ് എ ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്, അപ്പോൾ 0 1 1. ആൻഡ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി, so that is 1 1 0. So that is equal to max terms അല്ലേ. So capital M 0, capital M 5, capital M 5, and this is capital M 7, and this is capital M 3, and this is capital M 6. ശരിയല്ലേ, ഡെസിമൽ വാല്യൂസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇനി കെ മാപ്പ് വരയ്ക്കണം. അപ്പോൾ കെ മാപ്പ് 8 സെൽസ് ആണ്, 8 cells. So 3 variable. So A, B, C. അപ്പോൾ എയുടെ വാല്യൂ 0 and 1, ബി സിയുടെ വാല്യൂ 0 0 0 1 1 1 ആൻഡ് 1 0. പൊസിഷൻസ് എഴുതുക 0 1 2 3 4 5 6 ആൻഡ് 7. ഇനി ജസ്റ്റ് ഇങ്ങോട്ട് മാപ്പ് ചെയ്യുക. അപ്പോൾ M0 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ പൊസിഷൻ, ഇവിടെ മാപ്പ് ചെയ്യുന്നു. മാക്സ് ടൈം ആയതുകൊണ്ട് നമ്മൾ 0 ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. സിമിലർലി M5 ഇതാ ഇവിടെ മാപ്പ് ചെയ്യുന്നു. M7 7 M3 3 M6 6. So this is how you map a POS expression into the K map. ഇത് ഓർത്ത് വെക്കാം. മിൻ ടേംസ് ആണെങ്കിൽ നമ്മൾ 1 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മാക്സ് ടേംസ് ആണെങ്കിൽ കെ മാപ്പിലോട്ട് 0 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. Now 3 variable K map, reduce the expression f equal to summation m of 0 2 3 4 5 6 using K map. അപ്പോൾ ഇവിടെ മിൻ ടേംസ് ആണ്, ഈ റിപ്രസെൻറ്റേഷൻ മനസ്സിലായല്ലോ, മിൻ ടേംസ് ആണ്. സോ മിൻ ടേംസ് തന്നിരിക്കുകയാണ്, എക്സ്പ്രഷൻ അല്ല. മിൻ ടേംസ് ഓൾറെഡി ഡയറക്റ്റായിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കെ മാപ്പിലോട്ട് മാപ്പ് ചെയ്യുക, എന്നിട്ട് അത് റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് കെ മാപ്പ് വരയ്ക്കാം. സോ കെ മാപ്പ് ഇവിടെ നോക്കുക, ഇവിടെ മാക്സിമം വാല്യൂ 6 ആണ്. അപ്പോൾ 3 വേരിയബിൾസ് മതിയാവും നമുക്ക് അല്ലേ. 3 വേരിയബിൾ ആണല്ലോ, 3 വേരിയബിൾ കെ മാപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വേരിയബിൾസ് യൂസ് ചെയ്യുക. എ ബി സി 0 1 0 0 0 1 1 1 1 0 ആൻഡ് പൊസിഷൻസ് 0 1 2 3 4 5 6 7. സോ 3 വേരിയബിൾ കെ മാപ്പ്. ഇനി മാപ്പ് ചെയ്യുക. എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത്? 0. സോ ഇറ്റ് ഈസ് 1 2, that is position 2. Then 3, this is position 3. 4 ഇവിടെ, 5 6, 5 ഇവിടെ, 6 ഇവിടെ. ദാറ്റ്സ് ഓൾ. സോ നമ്മൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, മാക്സിമം നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് കഴിയുന്നത്ര കുറയ്ക്കാൻ നോക്കുക. മാത്രമല്ല ഓരോ ഗ്രൂപ്പിലും മാക്സിമം നമ്പർ ഓഫ് മിൻ ടേംസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പം അതായത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 2 സെൽസ് ഗ്രൂപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ 4 സെൽസ് ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. സോ ഇഫ് ദാറ്റ് ഈസ് പോസിബിൾ, അത് പോസിബിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സോ ഇവിടെ ഈ ഒരു സെൽ എടുക്കുക 1. സോ ഈ സെൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അഡ്ജസൻറ്റ് സെൽസ്, ഇവിടെ നമുക്ക് ഇത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പോസിബിലിറ്റി ഈ പർട്ടിക്കുലർ സെല്ലുമായിട്ടാണ് അല്ലേ. വേറെ ഒരു സെല്ലുമായിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ സെല്ലൊന്നും അഡ്ജസൻ്റ് അല്ല, ബിക്കോസ് ഡയഗണൽ ഗ്രൂപ്പിംഗ് പോസിബിൾ അല്ല. സോ ഈ സെൽ നോക്കുമ്പോൾ ഇതുമായിട്ട് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. സോ ഇതങ്ങ് ഗ്രൂപ്പ് ചെയ്യുക. സോ ദിസ് വിൽ ബി യുവർ ഫസ്റ്റ് ഗ്രൂപ്പ്. നമുക്കതിൻ്റെ എക്സ്പ്രഷൻ അങ്ങ് എഴുതിയേക്കാം. എന്തായിരിക്കും ഈ ഒരു ഗ്രൂപ്പിൻ്റെ എക്സ്പ്രഷൻ?
എയുടെ വാല്യൂ 1 ആണ് അല്ലേ. സോ ദ വാല്യൂ ഓഫ് എ ഈസ് 1. ഈ രണ്ട് സെല്ലിനും 1 ആണ്, അത് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ അത് എ എന്ന് തന്നെ നമുക്കങ്ങ് എഴുതാം, എ. ആൻഡ് ബി സി, ഈ രണ്ട് സെല്ലിൻ്റെയും ബി സി വാല്യൂ ബിയുടെ വാല്യൂ 0 കോൺസ്റ്റൻ്റ് ആണ്. സോ യു ക്യാൻ യൂസ് ദാറ്റ് ബി കോംപ്ലിമെൻറ്റ്. നൗ സിയുടെ വാല്യൂ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ അത് വേരിയിങ് ആണ്, അത് യൂസ് ചെയ്യാതിരിക്കുക. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദിസ് പർട്ടിക്കുലർ ഗ്രൂപ്പ്. സോ അതൊരു പ്രോഡക്റ്റ് ടേമായിട്ട് എഴുതണം, കാരണം മിൻ ടേംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് ഗ്രൂപ്പ് സിമിലർലി ഈ ഒരു സെൽ നോക്കുക. ഈ സെല്ലുമായിട്ടേ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. ഈ പർട്ടിക്കുലർ സെല്ലുമായിട്ട് മാത്രമേ അത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളൂ. സോ ഈ രണ്ട് സെൽസിനെയും ഗ്രൂപ്പ് ചെയ്യുക. ഇനി ഇതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഇതിൻ്റെ കറസ്പോണ്ടിങ് എ വാല്യൂ നോക്കുക. കറസ്പോണ്ടിങ് എ വാല്യൂ 0 ആണ് അല്ലേ. രണ്ട് സെല്ലിനും എ 0 ആണ്, അതായത് കോൺസ്റ്റൻ്റ് ആണ് എയുടെ വാല്യൂ. സോ നമുക്ക് വേരിയബിൾ യൂസ് ചെയ്യാം, എ, ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ്. 0 ആയതുകൊണ്ട് എ കോംപ്ലിമെൻറ്റ്. നൗ സിമിലർലി ബി സി, ഈ രണ്ട് സെല്ലിൻ്റെയും ബി സി വാല്യൂസ് നോക്കുക. സോ ബി സി വാല്യൂസ് ബി ഈസ് സെയിം. ബി ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ ബി സെയിം ആണല്ലോ. സോ യു ക്യാൻ യൂസ് ദാറ്റ്. സിയുടെ വാല്യൂ ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. സോ വേരി ആവുന്നുണ്ട്, അപ്പോൾ യൂസ് ചെയ്യേണ്ട. സോ ദിസ് ഈസ് യുവർ സെക്കൻഡ് ടേം. അപ്പോൾ ഈ നമ്മളിവിടെ സം ചെയ്യണം അല്ലേ. ഓരോ ടേംസും സം ചെയ്താണ് എഴുതേണ്ടത്. സം ഓഫ് പ്രോഡക്ട്സ് അല്ലേ, പ്ലസ്. നൗ ഇനി ബാക്കിയുള്ളത് ഇവിടെ ഒരു 1 ബാക്കിയാണ്, ബാലൻസ്ഡ് ആണ്. ഇവിടെ ഒരു 1 റിമൈനിങ് ആണ്. അപ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്യണം. സോ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം, വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സെല്ലും ഈ ഒരു പർട്ടിക്കുലർ സെല്ലുമായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ദ തേർഡ് ഗ്രൂപ്പ്. എന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ സെൽ ഇതുമായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് ഗ്രൂപ്പ്. ആ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം നമുക്ക്. ബട്ട് അതിനേക്കാൾ ബെറ്റർ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ രണ്ട് സെൽസുമായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. സോ ടോട്ടലി എ സിംഗിൾ ഗ്രൂപ്പ് വിച്ച് വിൽ കവർ 4 cells, 1 2 3 4. സോ ഈ സെൽ ആൾറെഡി ഗ്രൂപ്പ്ഡ് ആണ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് മിനിമൈസ് ചെയ്യാൻ നോക്കുക. ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന നമ്പർ ഓഫ് സെൽസിൻ്റെ എണ്ണം മാക്സിമൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളിവിടെ 4 സെൽസിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ് ഒരു സ്ക്വയറായിട്ട്. സോ മാക്സിമം നമ്പർ ഓഫ് സെൽസ് ഒരു ഗ്രൂപ്പിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മിനിമൈസ്ഡ് ആയിട്ട് എക്സ്പ്രഷൻ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്രൂപ്പ്, ദിസ് ഈസ് ദ ഫൈനൽ ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്. സോ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. സോ 4 സെൽസ് ആണല്ലോ, 1 2 3 4. അപ്പോൾ ഈ സെല്ലിൻ്റെ എ വാല്യൂ നോക്കുവാണെങ്കിൽ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. സോ അത് വേരി ആവുന്നുണ്ട്, നമ്മളത് നോക്കണ്ട, നമുക്കത് ആവശ്യമില്ല. ആൻഡ് പിന്നെ ബി സി. സോ ബി സി ഏതൊക്കെ കോളം? സോ ഈ കോളം ആസ് വെൽ ആസ് ദിസ് പർട്ടിക്കുലർ കോളം. ഈ രണ്ട് കോളംസ് ആണ് സെൽ കവർ ആവുന്നത്. അപ്പോൾ ആ കോളംസിലെ ബി സി വാല്യൂ നോക്കുക. സോ ഇവിടെ ബി സിയുടെ വാല്യൂ 0 0 ആണ്, ഇവിടെ ബി സിയുടെ വാല്യൂ 1 0 ആണ്. അതായത് ബി വേരി ആവുന്നുണ്ട്, സി വേരി ആവുന്നില്ല. സി ഇവിടെയും 0, ഇവിടെയും 0 ആണ്. സോ യുവർ എക്സ്പ്രഷൻ വിൽ ബി സി കോംപ്ലിമെൻറ്റ്. സോ ദിസ് ഈസ് യുവർ ഫൈനൽ എക്സ്പ്രഷൻ, ഫൈനൽ റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ. അപ്പോൾ സിമിലർലി 3 വേരിയബിൾ കെ മാപ്പ് റെഡ്യൂസ് ദി എക്സ്പ്രഷൻ എഫ് ഈക്വൽ ടു മാക്സ് ടേംസ്. ഇത് മാക്സ് ടേമിൻ്റെ റിപ്രസെൻറ്റേഷൻ ആണല്ലോ. 0 1 2 3 4 7. സോ അഗെയിൻ മാക്സിമം വാല്യൂ 7 ആണ്. അപ്പോൾ നമുക്കൊരു 3 വേരിയബിൾ കെ മാപ്പ് മതിയാവും വിത്ത് 8 സെൽസ്. അപ്പോൾ അതാദ്യം വരയ്ക്കുക. സോ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. വാല്യൂസ് എഴുതുക. 0 1 0 0 0 1 1 1 1 0. പൊസിഷൻസ് അറിയാമല്ലോ. 0 1 2 3 4 5 6 ആൻഡ് 7. സോ ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാം. മാക്സ് ടേംസ് ആണ്. അപ്പോൾ 0 0 സോ ഇറ്റ് വിൽ ബി 0. 1 1 സോ 0. 2 2 3 3 ആൻഡ് 4 ഇവിടെ 7 ഇവിടെ. സോ മാക്സ് ടേംസ് ആയതുകൊണ്ടാണ് നമ്മൾ 0 യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് ചെയ്യണം. സോ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യാവുന്നത് ഈ 4 സീറോസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കൊരു സിംഗിൾ ഗ്രൂപ്പായിട്ട് തന്നെ ഗ്രൂപ്പ് ചെയ്യാം. വേറെ ഹയർ പോസിബിലിറ്റീസ് ഒന്നും കാണുന്നില്ല. സോ 0 0 0 0 ദാറ്റ് വിൽ ഫോം എ ഗ്രൂപ്പ് ഓഫ് 4 സെൽസ്. ഇനി ഇതിൻ്റെ എക്സ്പ്രഷൻ നോക്കുക. എക്സ്പ്രഷൻ എന്താണ്? ദിസ് ഈസ് എയുടെ വാല്യൂ 0 ആണ്. 4 സെൽസിനും എയുടെ വാല്യൂ 0 ആണ്. അത് കോൺസ്റ്റൻറ്റുമാണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ അല്ലേ. എ മാക്സ് ടേം ആയതുകൊണ്ട് 0 ടേക്സ് ദ അൺകോംപ്ലിമെൻറ്റഡ് ഫോം, അതാണ് എ. ആൻഡ് ഇത് പ്രോഡക്റ്റ് ഓഫ് സംസ് ആണ്.
സോ പ്രോഡക്റ്റ് ഓഫ് സംസ്. അപ്പോൾ പ്രോഡക്റ്റ് ടേംസിലായിരിക്കും നമ്മൾ എഴുതുന്നത്, പ്രോഡക്റ്റ് ഓഫ് സം ടേംസിൽ. ദെൻ ഇനിയിപ്പോൾ ഈ ഒരു സെൽ ഇതെങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്? ഇത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ പോസിബിലിറ്റി ഈ ഒരു സെല്ലുമായിട്ടാണ്. സോ ഈ രണ്ട് സെൽസും ഗ്രൂപ്പ് ചെയ്യുക. ആൻഡ് വാട്ട് അബൌട്ട് ഇതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഈ രണ്ട് സെൽസ് എയുടെ വാല്യൂ 0യും 1ഉം ആണ്, അപ്പോൾ വേരിയിങ് ആണ്. ബട്ട് ബി സി ഈസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് അല്ലേ, 0 0. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. എന്താണ്? ബി പ്ലസ് സി. ബി ഈസ് ഓൾസോ 0, സി ഈസ് ഓൾസോ 0. സോ ബി പ്ലസ് സി സം ടേം ആയിട്ട് യൂസ് ചെയ്യണം, ബിക്കോസ് മാക്സ് ടേം ആണ്. ആൻഡ് ഇനിയുള്ളൊരു 0 ഇത് ഈ 0 ആണ്. അപ്പോൾ ഈ രണ്ട് സീറോസും ഗ്രൂപ്പ് ചെയ്യാമല്ലോ. ഈ രണ്ട് സീറോസും ഗ്രൂപ്പ് ചെയ്യുന്നു. സോ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ എഗെയിൻ എയുടെ വാല്യൂ 0യും 1ഉം ആണ്, സോ ആവശ്യമില്ല. ആൻഡ് ബി സിയുടെ വാല്യൂ 1 1, ദാറ്റ് ഈസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്, അത് വേരി ആവുന്നില്ലല്ലോ. സോ യു ക്യാൻ ടേക്ക് ദാറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ്, ബിക്കോസ് മാക്സ് ടൈം അല്ലേ. സോ 1 ആയതുകൊണ്ട് കോംപ്ലിമെൻറ്റഡ് ഫോമിൽ സം ഫോമിൽ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് വിൽ ബി ദ റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ ഫോർ ദിസ് പർട്ടിക്കുലർ ഡിസൈൻ. So this is about 3 variable K-map. Now 4 variable പോവാം നമുക്ക്. 4 variable K-map എന്ന് പറയുമ്പോൾ എക്സ്പ്രഷൻസ് വിത്ത് ദിസ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്രഷൻസ് വിത്ത് 4 വേരിയബിൾസ്. അപ്പോൾ 4 വേരിയബിൾസ് ആവുമ്പോൾ നമുക്കറിയാമല്ലോ 2 power 4 equal to 16. അപ്പോൾ ആ എക്സ്പ്രഷൻസ് ദേ വിൽ ഹാവ് 16 പോസിബിൾ കോമ്പിനേഷൻ. അപ്പോൾ K-map ഷുഡ് ആൾസോ ഹാവ് 16 സെൽസ്. 16 സെൽസ് ഉണ്ടാവണം. അപ്പോൾ ഒരു സാമ്പിൾ K-map ഈ കാണിച്ചിരിക്കുന്നത് 4 വേരിയബിൾസ് ആണല്ലോ. അപ്പോൾ എ ബി സി ഡി ആൻഡ് അതിൻ്റെ വാല്യൂസ് വേരിയബിൾ കോമ്പിനേഷൻ വാല്യൂസ് എഴുതുമ്പോൾ 0 0 0 1 1 1 1 0. അതുപോലെ ഇവിടെയും 0 0 0 1 1 1 1 0. ആൻഡ് പൊസിഷൻസ് ശ്രദ്ധിക്കുക. ദിസ് ഈസ് പൊസിഷൻ 1, പൊസിഷൻ 0, പൊസിഷൻ 1, 2 ഇവിടെ, പൊസിഷൻ 3 4 5 6 7. സോ പൊസിഷൻ എഴുതുന്ന ഒരു രീതി മനസ്സിലായല്ലോ. 6 7 ആൻഡ് 7 കഴിഞ്ഞിട്ട് 8 സ്റ്റാർട്ട്സ് ഹിയർ. 8 9 10 11 then 12 ഇവിടെ, 12 13 14 15. സോ 16 സെൽസ് അതിൻ്റെ മിൻ ടേംസ് ഓർ മാക്സ് ടേംസിൻ്റെ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഇൻ SOP ഫോം. 4 വേരിയബിൾ തന്നെയാണ് SOP ഫോം, അതായത് 16 സെൽസ് അതിൻ്റെ SOP എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ടേംസ് ആണ്. ഓരോ സെല്ലിലെയും കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് ടേം, ശരിയല്ലേ? 0 1. ഇപ്പോൾ ഈ ഒരു സെൽ നോക്കുക, ദാറ്റ് ഈസ് 0 1 0 1 അല്ലേ. 0 1 0 1 എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി, സി കോംപ്ലിമെൻറ്റ് ഡി. അതുപോലെയാണ് റിമൈനിങ് സെൽസും കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് POS ഫോം. സോ POS ഫോമാണ്. POS ഫോം എന്ന് പറയുമ്പോൾ സെയിം 16 നമ്പർ ഓഫ് സെല്ലാണ്. പൊസിഷൻസ് ഒന്നും മാറുന്നില്ല, വേരിയബിൾ കോമ്പിനേഷൻസ് ഒന്നും മാറുന്നില്ല. ബട്ട് ദിസ് ഈസ് സം ടേംസ് ആയിട്ട് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യണം. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. ഫോർ എക്സാമ്പിൾ 0 0 0 0 അല്ലേ, 0 0 0 0, ദാറ്റ് ഈസ് എ ബി സി ഡി. 0 ഈസ് ഇൻ അൺകോംപ്ലിമെൻറ്റഡ് ഫോം, മാക്സ് ടേം ആണല്ലോ. മാത്രമല്ല പ്ലസ് സം ടേംസ് യൂസ് ചെയ്യണം. സോ ദിസ് ഈസ് അബൌട്ട് 4 വേരിയബിൾ K-map. നമുക്ക് വേറൊരു സാമ്പിൾ നോക്കാൻ വേണമെങ്കിൽ. സോ 1 0 1 0 1 0 1 0 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് 1 0 1 0, ശരിയല്ലേ? എ കോംപ്ലിമെൻറ്റ് ബി, സി കോംപ്ലിമെൻറ്റ് ഡി, മാക്സ് ടേം 10. സോ നൗ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റെഡ്യൂസ് യൂസിങ് മാപ്പിംഗ് ദ എക്സ്പ്രഷൻ എഫ് ഈക്വൽ ടു മിൻ ടേം സമ്മേഷൻ m 2 3 6 7 8 10 11 13 14. അപ്പം മിൻ ടേംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ യു ഹാവ് ടു റെഡ്യൂസ് ദിസ്. ഇപ്പോൾ നമുക്കൊരു K-map വരയ്ക്കാം. സോ K-map നമുക്ക് 16 സെൽസ് വേണം. സോ 4 rows and 4 columns. സോ 4 rows and 4 columns അല്ലേ. ഇനി വേരിയബിൾസ് എ ബി, ഇവിടെ സി ഡി. ഇതിൻ്റെ കോമ്പിനേഷൻ 0 0 0 1 1 1 1 0 ആൻഡ് 0 0 0 1 1 1 1 0. പൊസിഷൻസ് 0 1 2 3 4 5 6 7 8 ഇവിടെയാണ്, 8 9 10 11 12 13 14 15. ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാം അല്ലേ. 2. സോ 2 എന്ന് പറയുമ്പോൾ ഇവിടെ 1 3 3 എന്ന് പറയുമ്പോൾ ഇവിടെ 6 6 എന്ന് പറയുമ്പോൾ ഇവിടെ 7 8 ഇവിടെ 10 യെസ് 11 13 14 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13 14. 13
ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം, ഈ കറസ്പോണ്ടിങ് മിൻ ടേംസ് ഗ്രൂപ്പ് ചെയ്യണം. സോ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് വൺസ് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുക. സോ ഇവിടെ നമുക്ക് ആദ്യം ഐസൊലേറ്റഡ് ആയിട്ടുള്ള വൺസ് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കാം. ദാറ്റ് വിൽ ബി ബെറ്റർ. ഇപ്പോൾ ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ വൺ ശ്രദ്ധിച്ചോ, ഇത് ഐസൊലേറ്റഡ് ആണ്. ഇത് വേറെ ഒരു സെല്ലുമായിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു സെൽ, ഇതിന് അഡ്ജസൻ്റ് ആയിട്ട് ഒരു സെൽസും അവൈലബിൾ അല്ല, അല്ലേ? ഈ സെൽ ഇതൊക്കെ ഫ്രീ ആണല്ലോ. ഈ വൺ അഡ്ജസൻ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സെല്ലും ഇല്ല. സോ ഇത് ഒരു സിംഗിൾ ഗ്രൂപ്പായിട്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, സിംഗിൾ സെല്ലായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ആൻഡ് ഇതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഇതിൻ്റെ എക്സ്പ്രഷൻ 1, ഒറ്റ സെല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ ദിസ് ഈസ് എ ബി 1 1. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണല്ലോ, അതങ്ങനെയും എഴുതാം. എ ബി ആൻഡ് ദിസ് ഈസ് സി കോംപ്ലിമെൻറ്റ് ഡി, അല്ലേ? സി ഡിയുടെ വാല്യൂ എ ബി സി കോംപ്ലിമെൻറ്റ് ഡി. ദാറ്റ്സ് ഓൾ. സോ ഫസ്റ്റ് ടേം കഴിഞ്ഞു, ഫസ്റ്റ് ഗ്രൂപ്പ്. ദെൻ നൗ ഈ ഒരു സെല്ല് നോക്കുക. നൗ ഈ സെൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ പോസിബിലിറ്റി ഈ പർട്ടിക്കുലർ സെല്ലുമായിട്ടാണ്, അല്ലേ? ഈ കോർണറിലെ ലെഫ്റ്റ് കോർണറിലെ സെല്ലും ഈ റൈറ്റ് ബോട്ടം കോർണറിലെ സെല്ലും തമ്മിൽ ഗ്രൂപ്പ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ഓൺലി പോസിബിലിറ്റി. വേറെ പോസിബിലിറ്റി ഒന്നും നമ്മൾ കാണുന്നില്ല. യെസ്, ദാറ്റ്സ് ഈ സെക്കൻഡ് ഗ്രൂപ്പ്. ആൻഡ് എന്താണ് അതിൻ്റെ എക്സ്പ്രഷൻ? ദീസ് ടു സെൽസ്, എ ബിയുടെ വാല്യൂ 1 0, അത് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്കത് എടുക്കാം. എ ബി കോംപ്ലിമെൻറ്റ്. നൗ സി ഡിയുടെ വാല്യൂ നോക്കുമ്പോൾ ഇവിടെ സി 0 ആണ്, ഇവിടെ സി 1 ആണ്. സോ അത് വേരിയിങ് ആണ്. ആൻഡ് ഡി ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ യു ക്യാൻ യൂസ് ദാറ്റ് ഡി കോംപ്ലിമെൻറ്റ് പ്ലസ്. നൗ ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻ ഈ 4 ones 1 1 1 1, ഈ 4 സെൽസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, അല്ലേ? 4 സെൽസ് പോസിബിൾ ആണല്ലോ. സോ യു ക്യാൻ ഗ്രൂപ്പ് ദാറ്റ്. സോ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഈ 4 സെൽസിൻ്റെയും എക്സ്പ്രഷൻ എഴുതുക. സോ 4 സെൽസിൻ്റെ എക്സ്പ്രഷൻ എ ബി വേരിയിങ് ആണ്. എ ബി ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല, 0 പിന്നെ 1. സോ വേരിയിങ് ആണ് 4 സെൽസിലും. സോ യു കനോട്ട് യൂസ് എ ബി. സി ഡിയുടെ വാല്യൂ 1 0, അല്ലേ? കോൺസ്റ്റൻ്റ് ആണ്. 4 സെൽസിനും സി 1 ആണ്, ഡി 0 ആണ്. സോ യു ക്യാൻ യൂസ് ദാറ്റ് സി ഡി കോംപ്ലിമെൻറ്റ് പ്ലസ്. ആൻഡ് പിന്നെ ഗ്രൂപ്പ് ചെയ്യാവുന്നത്, സോ ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, ഈ 4 സെൽസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, അല്ലേ? ഈ 4 സെൽസ്, ദീസ് 4 സെൽസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ്. സോ ഓൾറെഡി ഗ്രൂപ്പ് ചെയ്ത സെൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. സോ ഈ 4 സെൽസ് ഗ്രൂപ്പ് ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്താണ്? ഇവിടെ നോക്കുക, എ കോൺസ്റ്റൻ്റ് ആണ്, 0 0. സോ യു ക്യാൻ യൂസ് ദാറ്റ് എ കോംപ്ലിമെൻറ്റ്. ആൻഡ് ഇവിടെ ഐ തിങ്ക് സി ഈസ് കോൺസ്റ്റൻറ്റ്, അല്ലേ? 1 1 1 0. സി ഈസ് 1, ഇവിടെയും സി 1 ആണ്. അപ്പോൾ യു ക്യാൻ യൂസ് ദാറ്റ് എ കോംപ്ലിമെൻറ്റ് സി. സോ നമ്മളെല്ലാ വൺസും ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. സോറി, ഒരു 1 ബാലൻസ്ഡ് ആണ്, അല്ലേ? ഇവിടെ ഒരു 1 ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പരമാവധി സെൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക കഴിയുമെങ്കിൽ. അപ്പോൾ സോ ബെറ്റർ, വേണമെങ്കിൽ നമുക്ക് ഈ പർട്ടിക്കുലർ സെൽ ഇതുമായിട്ട് ഗ്രൂപ്പ് ചെയ്ത് അങ്ങ് അവസാനിപ്പിക്കാം, പെയറായിട്ട്. ബട്ട് അതിനേക്കാൾ ബെറ്റർ ഈ 2 സെൽസും തമ്മിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ 4 സെൽസ് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ബെറ്റർ. നമ്പർ ഓഫ് സെൽസ്, മാക്സിമം നമ്പർ ഓഫ് സെൽസ് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ ഇറ്റ് വിൽ ബി എന്താണ്? എ ബി ഈസ് കോൺസ്റ്റൻറ്റ്, അല്ലേ? ഈ 2 സെൽസ്. അപ്പോൾ ബി കോൺസ്റ്റൻ്റ് ആണ്. സോ യു ക്യാൻ യൂസ് ദാറ്റ് ബി കോംപ്ലിമെൻറ്റ് സി. ദാറ്റ് വിൽ ബി ദ എക്സ്പ്രഷൻ. സോ യു ഹാവ് റെഡ്യൂസ്ഡ് ദിസ് എക്സ്പ്രഷൻ യൂസിങ് 4 വേരിയബിൾ കെ മാപ്പ്. നമുക്കൊരു എക്സ്പ്രഷൻ കൂടെ നോക്കാം. 4 വേരിയബിൾ കെ മാപ്പ് മാക്സ് ടേംസ് യൂസ് ചെയ്തിട്ട്. സോ അവിടെയും വേറെ ചേഞ്ചസ് ഒന്നുമില്ല, ജസ്റ്റ് മാക്സ് ടേംസ് ആണെന്നേ ഉള്ളൂ. സോ 4 റോസ്. ഇവിടെ നോക്കുക, മാക്സിമം വാല്യൂ 14 ആണ്, അല്ലേ? മാക്സിമം വാല്യൂ 14 ആവുമ്പോൾ നമുക്ക് 3 വേരിയബിൾ കൊണ്ട് പറ്റത്തില്ല. 3 വേരിയബിൾ 0 to 7 വരെ പറ്റത്തുള്ളൂ. സോ 0 to 15 വരെ റിപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ 4 വേരിയബിൾ കെ മാപ്പ് വേണം. So this is variable AB and variable CD 0 0 0 1 1 1 1 0 0 0 0 1 1 1 1 0. And positions നോക്കുക, this is 0 position 1, this is 2 3 4 5 6 7 and 8 ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. 8 9 10 11
12, 13, 14, 15. ഇനി ജസ്റ്റ് വളരെ ഈസി ആയിട്ട് മാപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് ഹിയർ 0 അല്ലേ, 2, 0, 8, 0, 9. So 0, 10, 10, 0, 11, 0, 12, that is again 0, 14 is also 0. മാക്സ് ടേംസ് ആയതുകൊണ്ടാണ് നമ്മൾ 0 യൂസ് ചെയ്യുന്നത്, അറിയാമല്ലോ. ആൻഡ് ഇനി ഗ്രൂപ്പ് ചെയ്യുക. സോ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഈ 0 എടുക്കുക. ഈ 0 നമുക്ക് ആഹുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ സെല്ലുമായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. സോ 0, 0, ദാറ്റ്സ് ഓൾ. ആൻഡ് ഈ ഒരു 0. സോ ആൻഡ് യു ക്യാൻ സീ ഹിയർ, ഇവിടെ നോക്കാം, ഇവിടെ 4 സെൽസ് അവൈലബിൾ ആണ് അല്ലേ. സോ ഈ 4 സെൽസ് നമുക്കൊരു സിംഗിൾ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. 4 സെൽസും ഗ്രൂപ്പ് ചെയ്യാം. 0, 0, 0, 0. നൗ പിന്നെ ബാക്കിയുള്ളത് ഈ 2 സീറോസ് ആണ്. അപ്പോൾ ഈ 2 സീറോസിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഈ ലെഫ്റ്റിലെ 2 സെൽസും ഈ റൈറ്റിലെ 2 സെൽസും. സോ ദാറ്റ് വിൽ ഫോം എ 4 സെൽ ഗ്രൂപ്പ്. So you will have 3 groups. And ഇതിൻ്റെ എക്സ്പ്രഷൻ ഞാനത് ഫൈനൽ എക്സ്പ്രഷൻ എഴുതാണ്, ഡിഡക്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ആൻഡ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ഡി. സോ ഇതറിയാമല്ലോ, മാക്സ് ടേംസ് ആയതുകൊണ്ട് നമ്മൾ സം ടേംസിൽ എഴുതുന്നു. 1 takes the complemented form and 0 takes the uncomplemented form. പിന്നെ ഗ്രൂപ്പ്സിൻ്റെ വേരിയബിൾസ് നോക്കുക. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ വേരിയബിൾ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമില്ല. ആൻഡ് ബിഫോർ കംപ്ലീറ്റിംഗ് ദിസ് സെഷൻ, സോ നമുക്ക് ഇതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. 4 വേരിയബിൾ കെ മാപ്സ്. സോ ഇത് കുറച്ച് സാമ്പിൾസ് ആണ്. 4 വേരിയബിൾ കെ മാപ്സിൻ്റെ ഗ്രൂപ്പിംഗ് പോസിബിലിറ്റീസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ പോസിബിലിറ്റി കണ്ടല്ലോ, 1, 1 ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം നമുക്ക്. ആൻഡ് ദിസ് ഈസ് പോസിബിൾ, ദിസ് ഗ്രൂപ്പിംഗ് ഈസ് പോസിബിൾ. സോ ദിസ് ഈസ് ഓൾസോ പോസിബിൾ. നമ്മളൊരു ലെഫ്റ്റ് കോർണറിലെയും റൈറ്റിലെയും സെല്ല് തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് അനദർ പോസിബിലിറ്റി. ഇത് മറ്റൊരു പോസിബിലിറ്റിയാണ്. 4 സെൽസ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് അനദർ പോസിബിലിറ്റി അല്ലേ. ദിസ് ഈസ് അനദർ പോസിബിലിറ്റി. ഈ 4 സെൽസും ഗ്രൂപ്പ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ, ഈ 4 കോർണറിലെ സെൽസും നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. ഒരു സിംഗിൾ ഗ്രൂപ്പായിട്ട് തന്നെ ഗ്രൂപ്പ് ചെയ്യാം. ആൻഡ് ഇവിടെ ദിസ് ഈസ് 1 പോസിബിലിറ്റി. ഇത് മറ്റൊരു പോസിബിലിറ്റിയാണ് അല്ലേ. ഈ ഒരു കോമ്പിനേഷൻ നോക്കുക. ഇവിടെ എല്ലാ സെൽസും ഐസൊലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു സെല്ല് പോലും അഡ്ജസൻ്റ് ആയിട്ടില്ല. നമുക്ക് ഓരോ സെല്ലും സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം വേറെ ഒരു സെല്ലുമായിട്ടും അഡ്ജസൻ്റ് ഗ്രൂപ്പിംഗ് പോസിബിൾ അല്ലല്ലോ ഈ ഒരു കോമ്പിനേഷൻ അല്ലേ. ഈ സെല്ലും അഡ്ജസൻ്റ് അല്ല. ഇവിടെ 1ഉം ഇവിടെ 0ഉം ആണ്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് അനദർ പോസിബിലിറ്റി ആൻഡ് ദിസ് ഈസ് ഓൾസോ. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഓരോ സെല്ലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. വേറെ പോസിബിലിറ്റി ഇല്ല. ആൻഡ് ഇവിടെ കണ്ടോ 8 സെൽസ് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും 4 ലെഫ്റ്റ് സെൽസും 4 റൈറ്റ് മോസ്റ്റ് സെൽസും തമ്മിൽ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ 8 സെൽസ്. ദിസ് ഈസ് അനദർ പോസിബിലിറ്റി, ഗ്രൂപ്പിംഗ് ഓഫ് 8 സെൽസ്. അപ്പോൾ ഇങ്ങനെ ഇത് അവൈലബിൾ പോസിബിലിറ്റീസാണ് കാണിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ചെയ്തിട്ട് എക്സ്പ്രഷൻസ് എഴുതുമ്പോൾ കോൺസ്റ്റൻറ്റ് വേരിയബിൾസ്, ആ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ആവുന്ന സെൽസിൻ്റെ വേരിയബിൾസ് ചെക്ക് ചെയ്തിട്ട് അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന വേരിയബിൾസ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് മിനിമൈസ് ചെയ്യാൻ നോക്കുക. ഒരേ ഗ്രൂപ്പിൽ തന്നെ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. മാക്സിമം നമ്പർ ഓഫ് സെൽസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ കഴിയുന്നത്ര പരമാവധി മിനിമൈസ്ഡ് ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ കെ മാപ്പിനെ കുറിച്ചുള്ള ഈ ഒരു ഡിസ്കഷൻ നമ്മളിവിടെ ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.